നമസ്കാരം. ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 9 തിങ്കൾ 2024. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ നേതൃത്വം നടക്കുന്ന താലൂക്ക് അദാലത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് അദാലത്ത് നടക്കുക. രാവിലെ 9-ന് അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അഭിസംബോധന ചെയ്യും. വൈകിട്ട് 3:30 മുഖ്യമന്ത്രിയുടെ അഭിസംബോധന. ഇതിനുവേണ്ടി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതിയും ഇന്ന് പ്രത്യേക യോഗം ചേരുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വയനാട്ടിൽ പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അലംഭാവം കാട്ടുകയാണെന്ന് KPC പ്രസിഡന്റ് K. സുധാകരൻ MP. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് വൈകിയതിൻ്റെ പേരിലാണ് കേന്ദ്രം സഹായത്തിൽ തീരുമാനമാകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണെന്നും വയനാട് ജനതയുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കിയിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾ അലംഭാവം തുടരുന്നത് ക്രൂരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വൈദ്യുത ബോർഡ് ഒപ്പുവെച്ച ദീർഘകാല കരാർ റദ്ദാക്കിയതിന് പിന്നിലുള്ള അഴിമതിയെക്കുറിച്ച് വൈദ്യുത മന്ത്രിയെ പരസ്യസമ്പാദനത്തിന് വെല്ലുവിളിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. വില കുറഞ്ഞ വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ക്രമക്കേടുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് സംഘടിതമായ ശ്രമങ്ങളാണ് നടന്നതെന്നും എന്നാൽ കരാറിൽ ക്രമക്കേടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ കരാർ റദ്ദാക്കിയില്ല എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ അടിവശത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ശാസ്ത്രീയ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമാണെന്നും അവർ പറഞ്ഞു. ADM നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരിമറിയുണ്ടായെന്ന് PV അൻവർ കുടുംബത്തെ അറിയിക്കാൻ നടത്തിയ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ സർവത്ര ദുരൂഹതയുണ്ടെന്ന് അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ദുരൂഹ ഇടപാടുകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്നും ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നുവെന്നും അൻവർ പറഞ്ഞു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുമായി ജീവിതത്തിൽ ഇന്നേവരെ എന്തെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെടാനോ സംസാരിക്കാനോ സാഹചര്യം തനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിലനിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ MLA അൻവർ ചെന്നെത്തിയിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് തനിക്കെതിരെയുള്ള പ്രസ്താവനയെന്ന് P. ശശി പരിഹസിച്ചു. പൊതുസമൂഹത്തിൽ അവമാനിക്കുവാൻ ശ്രമിച്ചതിന് അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ PV അൻവർ നടത്തിയ പ്രസ്താവനകൾ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾക്ക് വേണ്ടി മാത്രമെന്ന് CPM നേതാവ് A. വിജയരാഘവൻ. അൻവർ ഇപ്പോൾ മാധ്യമങ്ങൾ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും നവീൻ ബാബുവിൻ്റെ മരണം നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് വെളിപാട് പോലെ അൻവർ ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുവെന്നും അതിൽ ആത്മാർത്ഥയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിൽ നേതൃത്വമാറ്റത്തിൻ്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയെന്നും K. സുധാകരൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചെന്നും സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും തരൂർ പ്രതികരിച്ചു. KPC പുനഃസംഘടന സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തോടെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടുമെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റ് ഈ സെഷനിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർലമെൻറ്റ് ഉപസമിതിയിലെ BJP അംഗങ്ങൾ തയ്യാറാണെന്നും എന്നാൽ സമിതിയിലെ കോൺഗ്രസ് അംഗങ്ങളടക്കം പ്രതിപക്ഷം കൂടുതൽ സമയം ആവശ്യപ്പെട്ട് റിപ്പോർട്ട് വൈകിക്കുകയാണെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ സമവായത്തിന് വഴി തുറക്കുന്നു. തർക്കമുള്ള പള്ളികൾ ആരാധന സൗകര്യം പങ്കിടാമെന്ന നിർദ്ദേശവുമായി യാക്കോബ സഭ മെത്രോപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് രംഗത്ത്. പൊതുയോഗം തിരഞ്ഞെടുക്കുന്നവർക്ക് ഭരണവും മറ്റുള്ളവർക്ക് ആരാധന സൗകര്യം നൽകാമെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. ചർച്ചകളിലൂടെ ശാശ്വതവും സമാധാനപരവുമായി പരിഹാരങ്ങളെത്താൻ കഴിഞ്ഞാൽ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CBCI ദില്ലിയിൽ വിളിച്ചു ചേർത്ത ക്രിസ്ത്യൻ MPമാരുടെ യോഗത്തിൽ വഖഫ് ബില്ലിനെ എതിർക്കണമെന്ന നിലപാട് അറിയിച്ചെന്ന് കോൺഗ്രസ് നേതാക്കൾ. വഖഫ് ബിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് CBCI നേരത്തെ അറിയിച്ചെന്ന് പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി. മുനമ്പം സമരത്തിൻ്റെ പേരിൽ മാത്രം വഖഫ് ബില്ലിൽ BJP നിലപാടിനൊപ്പം ചേരരുത് എന്നാണ് കോൺഗ്രസ് MPമാർ വ്യക്തമാക്കിയത്. ഡോക്ടർമാർക്ക് നിയമസംരക്ഷണം നൽകാനുള്ള സ്കീമിൻ്റെ നടത്തിപ്പിൽ IMMA കോടികളുടെ നികുതി വെട്ടിച്ചെന്ന് GST വിജിലൻസ്. ഇൻഷുറൻസ് പദ്ധതികൾക്ക് സമാനമായ സ്കീം നടത്തിപ്പിലാണ് 3 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയായി കണ്ടെത്തിയത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ അനധികൃതമായിട്ടായിരുന്നു സ്കീം നടത്തിപ്പ്. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതി അന്താരാഷ്ട്ര അംഗീകാരം നേടിയതിൻ്റെ സന്തോഷം പങ്കുവച്ച് മന്ത്രി P. രാജീവ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന അംഗീകാരമാണ് സംരംഭക വർഷം പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത്.
ദിലീപിന് VIP ദർശനം നൽകിയ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ് N. പ്രശാന്ത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, 2 ഗാർഡുമാർ എന്നിവർക്ക് നോട്ടീസ് നൽകി. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി ഉണ്ടാകും. കുറച്ചു നേരത്തേക്ക് ദർശനം തടസ്സപ്പെടുന്നുവെന്ന് വിജിലൻസ് അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. പമ്പയിൽ സ്ത്രീകൾക്ക് മാത്രമായ ഒരു വിശ്രമ കേന്ദ്രം, വനിതകൾക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. 1000 സ്ക്വയർ ഫീറ്റിൽ 50 സ്ത്രീകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന സ്ഥിരീകരിച്ച ഫെസിലിറ്റേഷൻ സെൻട്രൽ റെസ്റ്റ് റൂം, ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്നു. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് വിശ്രമ കേന്ദ്രം ഒരുങ്ങിയിരിക്കുന്നത്. ശബരിമലയിലെ ഭക്തന്മാർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണ സംവിധാനം തയ്യാറാക്കിയ സ്വാമി ചാറ്റ് ബോട്ട് 3 ആഴ്ചകളിൽ 1,00,000-ലധികം ഉപയോക്താക്കൾക്ക് സേവനം നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2200-ലധികം എമർജൻസികൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും കാണാതായ വ്യക്തികൾ, മെഡിക്കൽ അത്യാഹിതങ്ങൾ, വാഹന തകരാർ തുടങ്ങിയ കൈകാര്യം ചെയ്യാൻ ചാറ്റ് ബോട്ടിന് കഴിഞ്ഞുവെന്നും പോസ്റ്റിൽ പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായത്തോടെ വ്യക്തിപരമായ പാർട്ടി യോജിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രസ്താവനയ്ക്കെതിരെ PK കുഞ്ഞാലിക്കുട്ടി. ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ചൈതന്യ ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് കോടാമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചന ഹർജി 4 ദിവസം റിയാദ് കോടതി വീണ്ടും പരിഗണിക്കും. ഡിസംബർ 12 ഉച്ചയ്ക്കിലാണ് 12:30 അടുത്ത സിറ്റിംഗ്. അന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീമിൻ്റെ അഭിഭാഷകൻ ഒസാമ അൽ അബറും റിയാദ് സഹായ സമിതി ഭരണവാഹികളും അറിയിച്ചു. N. പ്രശാന്ത് IAS കുറ്റാരോപണവുമായി മെമ്മു. നിലവിൽ സസ്പെൻഷനിലെ പ്രശാന്ത് ഉന്നത ഉദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പരാമർശം നടത്തിയെന്നും സസ്പെൻഷൻ ശേഷവും മാധ്യമങ്ങളിൽ അഭിമുഖം നൽകിയെന്നും സർവീസ് ചട്ട ലംഘനം തുടർന്നുവെന്നും ചീഫ് സെക്രട്ടറി നൽകിയ മെമ്മോയിൽ ഉണ്ട്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെ യാർഡ് വികസന ദർഖാസ്തുകൾ ക്ഷണിച്ചു. ഗുരുവായൂരിലെ യാർഡ് വികസനം തിരുനാവായ പദ്ധതിയിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര പ്രവൃത്തിയായ ഡിവിഷൻ തലത്തിൽ ഏറ്റെടുക്കണമെന്ന് യാത്രക്കാർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. DMK-യുമായുള്ള തൻ്റെ സഖ്യനീക്കം പിണറായി വിജയൻ തകർത്തുവെന്നും ഇനി തൃണമൂൽ കോൺഗ്രസ് ചേരുമെന്നും PV അൻവർ. പിണറായിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തതിൽ വെല്ലുവിളിയുമായി KPCC പ്രസിഡന്റ് K. സുധാകരൻ. CPM-ന്റെ ഓഫീസ് പൊളിക്കാൻ കോൺഗ്രസിന് 10 പിള്ളർ മതിയെന്നും ആൺകുട്ടികൾ ഇവിടെയുണ്ടെന്നും തെളിയിച്ചിരാവുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പൂരം സുഗമമായി നടത്താൻ നിയമനിർമ്മാണം വേണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട തൃശ്ശൂരിലെ ആചാര സംരക്ഷണ കൂട്ടായ്മ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.